അധ്യാപകർ ഭക്ഷണ സമയത്ത് പോലും കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നവർ, അങ്ങനെ കുട്ടികളുടെ എല്ലാ പ്രശ്നങ്ങളിലും ശ്രദ്ധിക്കുന്ന ഒരു പറ്റം അധ്യാപകരുള്ള ഈ സ്കൂളിനെ സന്തോഷത്തോടുകൂടി 21ാം വർഷത്തിലും ഒരു തുറന്ന പുസ്തകമായി ഞാൻ ഈ നാടിന് സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വർഷം 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും ഞങ്ങൾക്ക് പ്രത്യേകമായ കടപ്പാടുകളും ആത്മാർത്ഥതയുമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം കുഞ്ഞുങ്ങളെ ഇവിടെ പഠിപ്പിച്ചു. അവർക്ക് ഒരു ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രാപ്തി കൈവന്നിരിക്കുകയാണ്. അവരെ ഞങ്ങൾ പ്രത്യേകമായിട്ട് മാനിക്കുകയും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിപ്പിക്കുകയും ചെയ്യുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ജയ് ഹിന്ദ്. രാജപുരത്തെ നമ്മുടെ ഈ സ്കൂളിൻ്റെ 20ാം വാർഷികാഘോഷ ചടങ്ങുകൾ എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഞാൻ ആദ്യമായിട്ട് അറിയിക്കട്ടെ. ഈ സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് അധ്യക്ഷൻ ശ്രീ ചാക്കോയും ഞാനും കൂടി തിരുവല്ല മാർത്തോമ കോളേജിൽ ഡിഗ്രി പഠനത്തിൽ സഹപാഠികളായിരുന്നു. ബിരുദ പഠനത്തിന് ശേഷം ശ്രീ ചാക്കോ സൗദി അറേബ്യയിലെ ജിദായിൽ പോയി നല്ല ഒരു ബിസിനസ്സുകാരനായി മാറിയപ്പോഴും തൻ്റെ പഴയ സതീർത്ഥനെ അദ്ദേഹം മറന്നില്ല. അങ്ങനെയാണ് ഇന്ന് എന്നെ ഈ സമ്മേളനത്തിൽ വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻ്റ് നേതൃത്വത്തിൽ നടക്കുന്ന ഈ സ്കൂളിൽ ഞാൻ എല്ലാ ഭാവങ്ങളും നേടിക്കുക. ഇന്നത്തെ സമകാലീന സമൂഹത്തെ അറിയപ്പെടുന്നത് വൈജ്ഞാനിക സമൂഹം എന്നാണ്. ദ നോളജ് സൊസൈറ്റി. ഈ സംഖ്യ പ്രദാനം ചെയ്തത് ഒരു സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹമാണ് പീറ്റർ ട്രക്കർ, DRUCKER. വൈജ്ഞാനിക സമൂഹം എന്നാൽ കേവലം വിജ്ഞാനം ആർജിക്കുക എന്നുള്ളതല്ല. വൈജ്ഞാനിക സമൂഹം എന്നാൽ സമൂഹത്തിൽ നിർമ്മിക്കപ്പെടുന്ന അറിവ് സമൂഹത്തിൽ നീതിപൂർവമായി എല്ലാവർക്കും ലഭിക്കുക എന്നുള്ളതാണ്. Knowledge society is a society that has universal access to sharing of knowledge. അതുകൊണ്ട് പീറ്റർ ട്രക്കർ വൈജ്ഞാനിക സമൂഹം എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന ഈ ദശകത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ മുദ്രാവാക്യമായി അത് സ്വീകരിച്ചിട്ടുണ്ട്. ദ നോളജ് സൊസൈറ്റി, വൈജ്ഞാനിക സമൂഹം. ഈ വൈജ്ഞാനിക സമൂഹത്തിൽ അറിവിൻ്റെ ജനാധിപത്യവൽക്കരണം ഉണ്ടാവണം. അറിവ് എല്ലാവർക്കും ലഭിക്കണം. ആരാണ് അറിവ് നിർമ്മിക്കുന്നത്? അറിവ് നിർമ്മിക്കുന്നത് സ്കൂളിലാണ്, കോളേജിലാണ്, യൂണിവേഴ്സിറ്റിയിലാണ്, ലാബറട്ടറിയിലാണ്. അങ്ങനെ നിർമ്മിക്കുന്ന അറിവുകൾ കുറേ കൂടെ മെച്ചപ്പെട്ട ഒരു സമുദായത്തിൻ്റെ സൃഷ്ടിക്കായിട്ട് എല്ലാവർക്കും പുനർവിതരണം ചെയ്യേണ്ട ആവശ്യമുണ്ട്. Knowledge society is a society that has universal access to sharing of knowledge. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അറിവിൻ്റെ വളർച്ചയുണ്ട്. ഈ അറിവിൻ്റെ സംവേഗത്തെ, മൊമെൻ്റത്തെ നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കില്ല. ആരാഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അറിവ് വളർന്നുകൊണ്ടിരിക്കും. പക്ഷേ ആ അറിവ് നിർമ്മിക്കുന്നത് സമൂഹമാണ്, സ്കൂളാണ്, കോളേജാണ്, യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനെ പൊതുസമൂഹത്തിൻ്റെ സംഭാവനയിലൂടെ നിർമ്മിക്കപ്പെടുന്ന അറിവുകൾ സമൂഹത്തിന് മുഴുവൻ വിതരണം ചെയ്യണം. ഇപ്പോൾ ഇന്റർനെറ്റ് കണ്ടുപിടിച്ചിട്ട് 40 വർഷങ്ങൾ. ഇന്റർനെറ്റ് ആദ്യം കണ്ടുപിടിക്കുന്നത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. Pentagon Research Center, European Particle Research Center,
യൂറോപ്യൻ പാർട്ടിക്കൽ റിസർച്ച് സെൻറ്റർ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സഹായത്തിൻ്റെ ഫലമായിട്ടാണ് ഇൻ്റർനെറ്റ് കണ്ടുപിടിക്കുന്നത്. ഈ ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചവരിൽ പ്രധാനപ്പെട്ട സ്ഥാപനമായ MIT-യുടെ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഗവേഷണ വിഭാഗം തലവനായിരുന്നു പ്രൊഫസർ ലീ. ഇപ്പോൾ ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചിട്ട് 40 വർഷമായി. പ്രൊഫസർ ലീ പറയുകയായിരുന്നു, ഞങ്ങൾ അന്ന് കണ്ടുപിടിച്ച ഈ ഇൻ്റർനെറ്റ് ഞങ്ങൾ സ്വന്തമാക്കി വെച്ചിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും ധനികർ ഞങ്ങളായിരുന്നേനെ എന്ന് പ്രൊഫസർ ലീ പറയുകയുണ്ടായി. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂപ്പർ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ആദ്യം ബന്ധിപ്പിക്കുകയാണ് ചെയ്തത്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരുന്നത്. വേൾഡ് വൈഡ് വെബ് WWW വികസിപ്പിച്ചത് ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അന്ന് എഴുതിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ്? www.edu എന്നാണ് എഴുതിക്കൊണ്ടിരുന്നത്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചത്. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ ഈ ഇൻ്റർനെറ്റിൻ്റെ വാണിജ്യ സാധ്യതകൾ മനസ്സിലാക്കി. ഈ സമൂഹം നിർമ്മിച്ച അറിവിനെ കോർപ്പറേഷനുകൾ, വലിയ ബിസിനസ് കേന്ദ്രങ്ങൾ അപ്രോപ്രിയേറ്റ് ചെയ്തു, ഏറ്റെടുത്ത് സ്വന്തമാക്കി തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ www.edu എന്ന്? ഇപ്പോൾ കാണുന്ന www.com commerce company or corporation എന്നാണ്. ആരാണ് സമൂഹം നിർമ്മിച്ചത്? വിജ്ഞാനം നിർമ്മിച്ചത്? വിജ്ഞാനം നിർമ്മിച്ചത് സമൂഹമാണ്. പക്ഷേ ഒരിക്കലും ആ നിർമ്മിച്ച വിജ്ഞാനത്തെ വലിയ ബിസിനസ് കേന്ദ്രങ്ങളും കോർപ്പറേഷനുകളും ഏറ്റെടുത്ത് വിജ്ഞാനത്തെ സ്വകാര്യവൽക്കരിക്കുന്ന പ്രക്രിയ നടക്കുക. ഇതിനെതിരെയാണ് ഐക്യരാഷ്ട്ര സംഘടന മുന്നറിയിപ്പ് തരുന്നത്. വിജ്ഞാനം ഒരിക്കൽ സമൂഹത്തിൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ആ വിജ്ഞാനം എല്ലാവർക്കും വിതരണം ചെയ്യാം. ഈയിടെ ഒരു പുതിയ ഇനം അരി കണ്ടുപിടിക്കുകയുണ്ടായി. ആ അരിയുടെ പേര് ഗോൾഡൻ റൈസ് എന്നാണ്. സുവർണ അരി എന്നാണ് അരിയുടെ പേര്. സൂറിച്ച് യൂണിവേഴ്സിറ്റിയിലെ 2 സയന്റിസ്റ്റുകളാണ് അത് കണ്ടുപിടിച്ചത്. ഈ അരിയുടെ പ്രത്യേകത, ഈ അരി കഴിച്ചാൽ അന്ധത കുറഞ്ഞു കിട്ടും. പക്ഷെ ഈ 2 സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തെന്നറിയാമോ? ഈ കണ്ടുപിടിച്ച അരിയുടെ കണ്ടുപിടുത്ത അവകാശം, പേറ്റന്റ്, ലോകത്തിലെ ഏറ്റവും വലിയ വിത്ത് കമ്പനിയായ സിഞ്ചന്റയ്ക്ക് വിറ്റുകളഞ്ഞു. ഇനി ആർക്കെങ്കിലും ഈ നെല്ല് കൃഷി ചെയ്യണമെങ്കിലോ അത് വിതരണം ചെയ്യണമെങ്കിലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഈ ബഹിരാഷ്ട്ര കമ്പനിയുടെ അനുവാദം മേടിക്കണം. ആരാണ് നോളജ് നിർമ്മിച്ചത്? ആരാണ് വിജ്ഞാനം നിർമ്മിച്ചത്? വിജ്ഞാനം നിർമ്മിച്ചത് യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിക്ക് ആവശ്യമായ ചെലവ് കൊടുക്കുന്ന ആരാണ്? നമ്മൾ പൊതുസമൂഹമാണ്. നമ്മൾ പൊതുസമൂഹത്തിൻ്റെ ചെലവിൽ നിർമ്മിക്കുന്ന വിജ്ഞാനം ആരും സ്വന്തമാക്കി വെക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഗാന്ധിജി 1911 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുമ്പോൾ കപ്പലിൽ വെച്ച് ഗാന്ധിജിയോട് ഒരു പത്രപ്രവർത്തകൻ ചോദ്യം ചോദിക്കുന്നു. ഗാന്ധിജി അതിന് മറുപടി പറയുന്നു എന്ന തരത്തിൽ ഗാന്ധിജി 70 പേജുള്ള ഒരു ലഘുഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ദ ഹിന്ദു സ്വരാജ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകത്തിൽ ഗാന്ധിജി പറയുന്നുണ്ട്, നിങ്ങളുടെ ആധുനിക സാങ്കേതിക വിദ്യക്കൊന്നും ഞാൻ എതിരല്ല, നിങ്ങളുടെ ഹൈ ടെക്നോളജി, ഉച്ച ടെക്നോളജിക്ക് ഞാൻ എതിരല്ല. പക്ഷേ സമൂഹത്തിൽ നിർമ്മിക്കപ്പെടുന്ന സയൻസും ടെക്നോളജിയും ഓരോരുത്തരുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് എല്ലാവർക്കും അനുഭവവേദ്യമാകണം എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് അറിവിൻ്റെ ജനാധിപത്യവൽക്കരണവും വികേന്ദ്രീകരണവും വളരെ വളരെ അനിവാര്യമാണ്. ഇപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ കോശങ്ങളുടെ ഘടന മുഴുവൻ നിർണ്ണയിച്ചു കഴിഞ്ഞു. അമേരിക്കയിലെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ് ജനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിൻ്റെയും ഘടന ഇപ്പോൾ നിർണ്ണയിച്ചു കഴിഞ്ഞു. ദ ബുക്ക് ഓഫ് ലൈഫ് ഹാസ് ബീൻ റെഡ്. ജീവന്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞു. ക്രെയ്ഗ് വെന്റന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ഈ പഠനം നടത്തിയത്. ഈയിടെ ക്രെയ്ഗ് വെന്റർ അമേരിക്കയുടെ പേറ്റന്റ് ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു,
ഹ്യൂമൻ ബ്രെയിൻ്റെ 23 സെല്ലുകൾ ഞാൻ അങ്ങ് പേറ്റന്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. മനുഷ്യ ശരീരത്തിൻ്റെ കോശങ്ങളെ, അതിൻ്റെ ജീവഘടനയുടെ അറിവിനെ ഒരു ലാബറട്ടറി സ്വകാര്യവൽക്കരിച്ചാൽ പിന്നെ ഗവേഷണങ്ങൾ എല്ലാം അവരുടെ കുത്തകയായിട്ട് മാറും. യുണൈറ്റഡ് നേഷൻസ് ഫെഡറൽ ഏജൻസി ഇത് അംഗീകരിച്ചില്ല. അവിടുത്തെ ചർച്ചസ്, അവിടുത്തെ YMCAs, അവിടുത്തെ പൗരസമൂഹങ്ങൾ എല്ലാം അതിനെ എതിർക്കുകയുണ്ട്. അതുകൊണ്ട് സമൂഹത്തിൽ അറിവുണ്ടാവണം, പുതിയ പുതിയ അറിവിൻ്റെ മേഖലകൾ ഉണ്ടാവണം. പക്ഷേ ആ അറിവ് സമൂഹത്തിലുണ്ടായാൽ ഉടൻ തന്നെ എല്ലാവർക്കും അത് വിതരണം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ IT, നമ്മുടെ BT, നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകൾ, രാജപുരം പോലെയുള്ള ഈ മലയോര മേഖലയിൽ ഇത്തരം പുതിയ വിദ്യാഭ്യാസത്തിനുള്ള ജാലകങ്ങളും വാതായനങ്ങളും നമ്മൾ തുറന്നിടുമ്പോൾ നാം അടിസ്ഥാനപരമായ ഫിലോസഫിയായി നാം സൂക്ഷിക്കേണ്ടത് അറിവിൻ്റെ വിതരണവും ജനാധിപത്യവൽക്കരണവുമാണ്. നാട്ടുകാരെ, എൻ്റെ ഗുരുക്കന്മാരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്ന് സന്തോഷിക്കുന്നു, എന്നാൽ അതിലേറെ ഞാൻ ദുഃഖിതനുമാണ്. ചില സ്വഭാവം നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്, എന്നാൽ ചിലത് നിയന്ത്രിക്കാൻ പറ്റാത്തത്. എന്നിരുന്നാലും എൻ്റെ തെറ്റുകൊണ്ടും അനുസരണക്കേട് കൊണ്ടുമാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ ഈ അവസ്ഥയിൽ നിൽക്കേണ്ടി വന്നത്. ഏതാണ്ട് 4 വർഷമായി ഞാൻ ഈ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ സ്കൂൾ ജീവിതം മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ആത്മമിത്രത്തെ ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് നഷ്ടമായി. എന്നും നിങ്ങളുടെ മുമ്പിൽ കളിച്ചും ചിരിച്ചും നിൽക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ നേരുകയാണ്. ആദ്യം തന്നെ അവൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ഒരു പിടി അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊള്ളട്ടെ. ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടും എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരുപാട് സഹായിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്ത ചെയർമാൻ സർ, പ്രിൻസിപ്പൽ സർ, വൈസ് പ്രിൻസിപ്പൽ സർ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ടീച്ചേഴ്സ്, എന്നെ ഇന്നും എൻ്റെ ഒരു മകനെ പോലെ എന്നെ സ്നേഹിക്കുന്ന യേതുവിൻ്റെ രക്ഷിതാക്കൾക്കും അവൻ്റെ കുടുംബാംഗങ്ങൾക്കും എന്നെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത എന്നെ ഒരുപാട് പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത ഡോക്ടർമാർക്കും നഴ്സുമാർക്കും, പിന്നെ നിങ്ങൾ ഓരോരുത്തർക്കും എന്നെ ഒരുപാട് സഹായിച്ച എൻ്റെ ഗുരുക്കന്മാർക്കും ഒരുപാട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്നെ തോളിലേക്ക് എൻ്റെ വിഷമങ്ങൾ അറിയിക്കാതെ എന്നെ തോളിലേക്ക് നടക്കുന്ന എൻ്റെ കൂട്ടുകാർക്കും, പിന്നെ ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടും ഇതുവരെ എന്നെ ഒരുപാട് സഹായിക്കുകയും എനിക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുകയും ചെയ്ത വൈസ് പ്രിൻസിപ്പൽ രാജേഷ് സർ, PTA അംഗം രാജേട്ടൻ, ജെയിൻ ചേട്ടായി എന്നിവർക്കൊക്കെ ഒരുപാട് നന്ദി രേഖപ്പെടുത്താനും, നിങ്ങൾ തന്ന ഈ സ്നേഹവും ഈ സമാധാനിപ്പിക്കുന്ന ഈ നിങ്ങൾ കാട്ടിയ ഈ സന്മനസ്സും എൻ്റെ ഭാവജീവിതത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. നന്ദി, നമസ്കാരം. സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത നമുക്കേവർക്കും സുപരിചിതനായ കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിഘ്നേശ്വർ ഭട്ട്, ഇന്നത്തെ മുഖ്യ അതിഥിയായി ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ വർഗീസ് ജോർജ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, സഹോദരി സഹോദരങ്ങളെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, പ്രൗഢഗംഭീരമായ ഇത് സദസ്സിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒത്തിരിയേറെ ദീർഘമായ രീതിയിൽ സംസാരിക്കണമെന്ന് ഉണ്ടെങ്കിലും സമയം എന്നെ അനുവദിക്കാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്ത ഈ സ്കോളർഷിപ്പ് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയത്ത് മാർച്ച് 22-ാം തീയതി നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ, ഒരു അപകട മരണം മൂലം വേർപിരിഞ്ഞു പോയ മിടുക്കനായ യദു കൃഷ്ണന്റെ പേരിൽ നാം തുടങ്ങിയിരിക്കുന്ന ഈ സ്കൂൾ ആരംഭിച്ചിരിക്കുന്ന സ്കോളർഷിപ്പിന്
അർഹനായ കുട്ടിയെ പ്രത്യേകമാം വിധം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ വേദിയിൽ ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോൾ വേർപിരിഞ്ഞ യദുകൃഷ്ണന്റെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ ഞാൻ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കൂട്ടത്തിൽ പഠിച്ചിരുന്ന സഹപാഠികളെയും പ്രത്യേകമാം വിധം ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നിര്യാണത്തെ തുടർന്ന് കൂട്ടത്തിൽ പഠിച്ചിരുന്ന സഹപാഠികൾ രാജപുരം ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ആ സംഭവം ഇപ്പോഴും എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട്. വേദനയോടുകൂടി മനസ്സ് ഉരുകുന്ന ഒരവസ്ഥയിൽ പ്രാർത്ഥിച്ചിരുന്ന ആ കുഞ്ഞു കുട്ടികളുടെ മനോവേദനയും അവരുടെ പ്രാർത്ഥനയും യദുകൃഷ്ണനോടുള്ള സ്നേഹബന്ധത്തെ കൂടുതൽ ആഴമായിട്ട് ഊട്ടിയുറപ്പിക്കുവാൻ കാരണമാക്കിയിട്ടുണ്ട്. ഈ സ്കൂളിലെ എല്ലാവരും, ഇവിടെയുള്ള ഓരോ മണൽത്തിനെയും യദുകൃഷ്ണന്റെ സ്മരണ നിലനിർത്തുന്ന വളരെ നല്ല ഓർമ്മകൾ ഇന്നും ഈ സ്കൂളിൽ പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മുഖ്യാതിഥി ഡോക്ടർ ജോർജ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് വിജ്ഞാനം എന്തിനു വേണ്ടിയാണെന്നും എന്തിനു വേണ്ടിയാണ് വിജ്ഞാനം നിർമ്മിക്കപ്പെടുന്നത് എന്നുമുള്ളതാണ്. സ്വാമി വിവേകാനന്ദനും മഹാത്മാഗാന്ധിജിയും രവീന്ദ്രനാഥ ടാഗോറും ഒക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് വിജ്ഞാനം ഒരിക്കലും ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു വിജ്ഞാനമല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ പുതിയ നവ സൃഷ്ടിക്ക് വേണ്ടി അത് ഫലവത്തായി ഉപയോഗിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള വിജ്ഞാനമാണ്. കലാ, സാഹിത്യ, സാംസ്കാരിക, മത, രാഷ്ട്രീയ രംഗങ്ങളിലേക്ക് ഈ വിജ്ഞാനത്തെ എത്തിച്ചു കൊടുക്കുവാനും സാധിക്കുമ്പോഴാണ് വിജ്ഞാനം നേടിയ വ്യക്തി സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയായി, സദ്ഭാവന ചെയ്യുവാനുള്ള വ്യക്തിയായി അറിയപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയ രക്ഷിതാക്കളെ, പ്രിയ കുട്ടികളെ, ടാഗോർ പബ്ലിക് സ്കൂൾ ഇന്ന് ഈ മലയോര മേഖലയായ രാജപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ CBSE സിലബസിലെ നല്ല വിജ്ഞാനം പകർന്നു കൊടുക്കുമ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള കലയും സാഹിത്യവും സാംസ്കാരിക ഉന്നമനവുമുള്ള പുതിയൊരു സമൂഹത്തിന് രൂപം കൊടുക്കുവാൻ, സാമൂഹിക പ്രതിബദ്ധതയുള്ള കുട്ടികളെ വാർത്തെടുക്കുവാനും അനധിവിദൂര ഭാവിയിൽ ഈ മേഖലയ്ക്കും ഈ മേഖലയെ ഉൾക്കൊള്ളുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും വലിയ മുതൽക്കൂട്ടായി തീരുന്ന കുട്ടികളെ വാർത്തെടുക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. ഇതിന്റെ മാനേജ്മെന്റിനെയും ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകരെയും കുട്ടികളെയും പ്രത്യേകമാവിധം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ നല്ല ഭാവുകങ്ങളും ഈ 20ാം സ്കൂളിന്റെ 20ാം വാർഷികാഘോഷത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നല്ല ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ചെയ്ത ഋഷിതുല്യനായ ടാഗോറിൻ്റെ നാമധേയത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം, അതോടൊപ്പം നമുക്ക് വ്യക്തിപരമായിട്ട് നല്ല വ്യക്തിത്വ വികസനമുള്ള, അതായത് ബഹുമുഖ പ്രതിഭയായിട്ട് മാറുവാനുള്ള എല്ലാ ഉത്തേജനവും എല്ലാ പ്രോത്സാഹനവും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും നിർലോഭമായി ലഭിക്കുമാറാകട്ടെ. അതിന് നമ്മുടെ കുട്ടികൾ നടത്താനിരിക്കുന്നതായിട്ടുള്ള കലാ, സാഹിത്യ വാസനകൾ, അവരുടെ നൈസർഗികമായിട്ടുള്ള വാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം ഈ വൈകിവേളയിൽ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ, കർത്താവിൻ്റെ, യേശുവിൻ്റെ, ജഗന്നാഥൻ്റെ, ശ്രീനാരായണ ഗുരുവിൻ്റെ, ശങ്കരാചാര്യരുടെ, വിവേകാനന്ദൻ്റെ, മഹാത്മാഗാന്ധിയുടെ ഒട്ടനവധി സർവമത സാരത്തിൻ്റെതായിട്ടുള്ള സർവദർശനങ്ങളുടേതായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. The curriculum, the assessment pattern, the facilities, the admission procedures, the uniform and the essential rules of the school. The prospectus of the school. In a nutshell, the educational environment set for our students
in Tagore Public School. We are indeed honored to have Sir Muhammad Ashraf Waizi, Khatib Juma Masjid Kalar, to release the prospectus and to speak to us a few words. Sir, please. വിശേഷ വ്യക്തികളെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, ഒരു ദീർഘമായ ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ടാഗോർ പബ്ലിക് സ്കൂളിൻ്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ കലാപരിപാടിയിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മനുഷ്യനായത് എന്തുകൊണ്ടാണ്? അവൻ്റെ ശക്തി കൊണ്ടാണോ? ശക്തി കൊണ്ടാണെങ്കിൽ ഏറ്റവും ശക്തിയുള്ള ഒരു ജീവിയാണ് ഒട്ടകം. അതല്ല, വലിപ്പം കൊണ്ടാണെങ്കിൽ മനുഷ്യരെക്കാൾ ഏറ്റവും വലിപ്പം കൂടിയ ഒന്നാണ് ആന. അതല്ല, ധീരത കൊണ്ടാണോ? ധീരത കൊണ്ടാണെങ്കിൽ മനുഷ്യരെക്കാൾ ഏറ്റവും വലിയ ധീരതയുള്ള ഒരു ജീവിയാണ് സിംഹം. അതല്ല, തീറ്റ കൊണ്ടാണെങ്കിൽ മനുഷ്യനേക്കാൾ ഏറ്റവും തീറ്റുന്ന ഒരു ജീവിയാണ് കാള. ഇതെല്ലാം നോക്കുന്ന സമയത്ത് മനുഷ്യർക്കും ഇതിനുമെല്ലാം എന്താണ് വ്യത്യസ്തമുള്ളത്? ഇവിടെ വേർതിരിക്കുന്നത് മനുഷ്യന്റെ വിദ്യാഭ്യാസവും അതേപോലെ തന്നെ വിവേകവും മാത്രമാണ്. പറഞ്ഞു വരുന്നത്, വിദ്യാഭ്യാസത്തിന് ലോകത്ത് തന്നെ വലിയ സ്ഥാനമാണ് നൽകിയിട്ടിരിക്കുന്നത്. ലോകത്തിൽ എല്ലാ രാജ്യങ്ങളും, എല്ലാ മതങ്ങളും, എല്ലാ സമൂഹങ്ങളും ഏറ്റവും പണം ചെലവഴിക്കുന്ന ഒരു മേഖല ഉണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസ മേഖല മാത്രമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് തന്നെയാണ് എല്ലാ രക്ഷിതാക്കളും തൻ്റെ മക്കളെ നല്ലൊരു ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കണമെന്ന ആ സ്വപ്നം തൻ്റെ രക്ഷിതാക്കളും തൻ്റെ മക്കളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾ ധാർമ്മിക ബോധമുള്ള നല്ലൊരു ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾ നല്ലൊരു ധാർമ്മിക ബോധമുള്ള, നല്ല ചിട്ടയും അനുസരണമുള്ള മക്കളാക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥനയോടെ, എനിക്ക് ഈ അവസരത്തിൽ 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്ന ഇവിടുത്തെ മാനേജ്മെന്റുകാരെയും അതേപോലെ തന്നെ എല്ലാവരെയും ആശംസകൾ നേർന്നതോടൊപ്പം എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. നമസ്കാരം. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ എച്ച് വിഘ്നേശ്വരപ്പെട്ട അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, അനധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഈ സ്കൂളിന്റെ അഭ്യുദയകാംക്ഷികളായ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരു സ്കൂളിന്റെ വാർഷികമാഘോഷം എന്ന് പറയുമ്പോൾ ആ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെ പറ്റി ഒരു വിലയിരുത്തൽ കൂടിയാണ്. അതോടൊപ്പം ഒരു അധ്യയന വർഷം കൂടി കടന്നു പോവുകയാണ്. ഇവിടെ സ്കൂൾ പ്രിൻസിപ്പാൾ അവതരിപ്പിച്ച സ്കൂൾ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് പാഠ്യേതര വിഷയങ്ങളിൽ അങ്ങേയറ്റം മികവ് പുലർത്തുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇത് എന്നതാണ്. സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയായ നമ്മുടെ രാജപുരം പോലുള്ള പ്രദേശങ്ങളിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ്. കാരണം ഇന്ന് കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്ന മാതാപിതാക്കൾക്ക് വളരെയേറെ പ്രതീക്ഷകളാണ്. തങ്ങളുടെ കുട്ടികൾ മിടുക്കന്മാരാകണം, അതോടൊപ്പം ഇംഗ്ലീഷ് ഭംഗിയായി കൈകാര്യം ചെയ്യുവാൻ അവർക്ക് കഴിയണം. അങ്ങനെ തങ്ങൾക്ക് കഴിയാതെ പോയത് അവർ തങ്ങളുടെ മക്കളിലൂടെ സാക്ഷാത്കരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു വിദ്യാലയത്തിന്റെ നേട്ടം നല്ല അധ്യാപകരാണ്. കയ്യിൽ കാശുണ്ടെങ്കിൽ എത്ര മനോഹരമായ കെട്ടിടങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കുവാൻ കഴിയും. പക്ഷേ കെട്ടിടത്തിന്റെ വലിപ്പം കൊണ്ടോ മനോഹരം കൊണ്ടോ അതൊരു നല്ല വിദ്യാലയം എന്ന് പറയുവാൻ കഴിയുകയില്ല. അവിടെ നല്ല അധ്യാപകരുണ്ടായിരിക്കണം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കണം. ഈ എല്ലാ ഗുണഗണങ്ങളാലും അനുഗ്രഹീതമായ
ടാഗോർ പബ്ലിക് സ്കൂളിൻ്റെ 20ാമത് വാർഷിക ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം ഈ സ്കൂളിൻ്റെ ശോഭനമായ ഭാവിക്ക് എല്ലാവിധ വിജയങ്ങളും നേർന്നു. ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച സ്കൂൾ അധികൃതർക്ക് എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. In every student's life, as it gives the returns to the efforts put in by them throughout their academic endeavor. It gives a sense of achievement and responsibility towards fulfilling further commitments. Dr. Jacob Kurula Pulari, the manager of Tagore Public School, is a man of vision. He constantly endeavors to bring quality to education. He is always available to help us in everywhere. I would now request Dr. Jacob Kurula Pulari to give away the prizes. First of all, we invite our KG kids to receive cash prize and gold medal for their plastic achievements. Akash Karan, Arjun Santosh. Next, Alona Maria, Malavika Vijay, Muhammad Shanfar, Shivani KV. next, Sneha Rajiv, Teresa Sunil and Devananda Sunil. Jismaria Shibu, Midun Raj, Navatedaditya, Vishnu. എളിയ രീതിയിൽ തുടങ്ങിയ ടാഗോർ പബ്ലിക് സ്കൂൾ എന്ന ഈ സ്ഥാപനം ഇന്ന് സുത്യർഹമായ രീതിയിൽ അതിൻ്റെ കടമ നിറവേറ്റി വരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. കോട്ടും പൂട്ടും മറ്റു പത്രാസുകളുമുള്ള മേൽത്തട്ട് സ്കൂളുകളിൽ ലക്ഷങ്ങൾ മുതൽ മുടക്കി ചില മാതാപിതാക്കൾ അവരുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ ലക്ഷങ്ങൾ മുടക്കാതെ ഈ നാട്ടിലെ മാതാപിതാക്കളുടെ മക്കൾക്ക് ശ്രേഷ്ഠമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന മാനേജ്മെന്റിനെയും കുട്ടികളെ സമർത്ഥരാക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന അധ്യാപകരെയും ഞാൻ അനുമോദിക്കുകയാണ്. നമുക്കറിയാം, മേൽത്തട്ട് സ്കൂളുകൾ പലതും 100% വിജയം സ്വപ്നം കാണുകയാണ്. എന്നാൽ ടാഗോർ പബ്ലിക് സ്കൂളിന് കഴിഞ്ഞ പല വർഷങ്ങളായി 100% വിജയം ലഭിക്കുന്നുണ്ട്. മേൽത്തട്ട് സ്കൂളുകളാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്, പരീക്ഷകളും മറ്റ് ഇന്റർവ്യൂകളും ഒക്കെ വഴിയായി. എന്നാൽ ഈ ദേശത്ത് കുട്ടികളാണ് സ്കൂളിനെ തിരഞ്ഞെടുക്കുന്നത്. ടാഗോർ പബ്ലിക് സ്കൂളിൽ അഡ്മിഷൻ അന്വേഷിച്ച് വരുന്ന ഒരു കുട്ടിയെ പോലും നമ്മൾ വെറും കൈയോടുകൂടി വിടുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ടാഗോറിന് ലഭിക്കുന്നതായ ഈ 100% വിജയം തീർച്ചയായും ശ്ലാഘനീയമാണ്, മഹത്വപരവുമാണ്. മറ്റേത് വിധത്തിലുള്ള മുതൽ മുടക്കിനേക്കാളും ബുദ്ധി വിദ്യാഭ്യാസത്തിൽ മുതൽ മുടക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനുവേണ്ടി ലക്ഷങ്ങൾ മുതൽ മുടക്കാൻ പ്രാപ്തിയുള്ള മാതാപിതാക്കളുള്ള ഈ ലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ശ്രേഷ്ഠമായ വിദ്യാഭ്യാസം വേണ്ടേ? അതിനായി സമർത്ഥരായ അധ്യാപകരോടുകൂടി ഈ സ്കൂളായിട്ട് തന്നെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ദൈവകൃപയ്ക്ക് നന്ദി പറയേണ്ടത്? ഈ സ്കൂളിന്റെ മാനേജ്മെന്റിനോടും ഇവിടുത്തെ അധ്യാപകരോടും പൂർണ്ണമായി സഹകരിക്കുക വഴിയാണ് നിങ്ങൾ ഈ ദൈവകൃപയ്ക്ക് നന്ദി പറയേണ്ടത്. നമുക്കറിയാം, ഈ ദേശത്തിലെ ഒട്ടുമിക്ക ജനതയും കുടിയേറി പാർത്തവരാണ്. വർഷങ്ങൾക്ക് മുൻപ്
നന്മയെ പ്രതീക്ഷിച്ചുകൊണ്ട്, നല്ലൊരു ഭാവി സ്വപ്നം കണ്ടുകൊണ്ട്, ഉറച്ച വിശ്വാസത്തോടുകൂടി കാട് പിടിച്ചു കിടന്ന ഈ പ്രദേശത്ത് കുടിയേറി ഇവിടെ പൊന്നു വിളയിച്ച പിതാക്കന്മാരുടെ പിൻതലമുറയാണ് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളായ നിങ്ങൾ ഓരോരുത്തരും. അന്നുണ്ടായിരുന്ന പിതാക്കന്മാർ അവരുടെ കൂടെ ഉണ്ടായിരുന്നവരെയും അവരോടൊപ്പം പണിയെടുത്തവരെയും അനുഗ്രഹിച്ചു. അങ്ങനെ ഈ ദേശം അനുഗ്രഹിക്കപ്പെട്ടു. Fellow students and all well-wishers who have come to join us in making the 20th annual day celebrations a grand success. As the school pupil leader, it is my bounden duty to express our heartfelt gratitude to all who have come for this festive celebration. We are extremely grateful to Dr. Varghese George, Chairman, Plantation Corporation, Kerala, who graced today's celebration as the chief guest. In spite of very busy engagements, he has travelled a long way to be present with us on this occasion. His presence is a vivid manifestation of his love and concern for our school. Thank you, sir, also for your gracious presence and the valuable message you have imparted to us. I would like to place on record our gratitude to Mr. H. Vigneshwara Bhatt, President, Kallar Gram Panchayat, who inaugurated the annual day celebrations. Our school is always very close to his heart and is always with us in all our celebrations. Thank you, sir, for everything that you do for us, and particularly today for inaugurating the annual day celebrations and for speaking to us on this occasion. Our parents have been always supporting us in every way to make our schooling most effective. Mr. T.M. Matthew, as the President of School Executive Body, has played magnificent role coordinating the efforts of the parents to support the school in the most befitting manner. Thank you, sir, for all the concern you always show, and particularly today for presiding over today's celebration. All of us gathered here know very well that Tagore Public School is what it is today due to the vision and hard work of its chairman, Mr. Chako Kurvila Koladi. He has given impetus to a gigantic educational enterprise on behalf of the people of Rajpura. He is gracious, affectionate and hardworking. We will ever remain grateful to you, sir, for the benevolence and care you show to